ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL-ൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISL-ൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ TVKയ്ക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. TVK നേതാക്കൾ 2 തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള IUML വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ VCKയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് VCK MLA വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക MLAയുടെ പിന്തുണ പ്രഖ്യാപിച്ച് AMMK നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ TVKയെ പിന്തുണയ്ക്കുന്നുവെന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 അംഗ സഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIM-ഉം CPI-യും TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്തം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CI സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. UN പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ US സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ UN അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ US ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14, 15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം $350 മില്യൺ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible. നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-നെതിരെ 2 ഗോളുകൾക്ക് സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5-ന് ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30-ന് ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വെച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL-ൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISL-ൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.